ബാബു അസിസ്റ്റന്റ് കൂടി ഉണ്ട്. അപ്പോ ഒരു കട്ടില് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. ഇതെന്താ പ്ലൈനർ മെഷീനാണ് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ മണി 5 പണികളൊക്കെ ഏകദേശം നിർത്തിക്കഴിഞ്ഞവര്. ഇതിന്റെ ബാക്കി ഭാഗങ്ങളും കൂടി സെറ്റായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചെറുതായിട്ട് ആൾക്ക് പറയാനുള്ളതാണ് ഇത്. പിന്നെ കൃഷ്ണമാരാ, ഇത് ഒരു കട്ടിലുണ്ടാക്കാൻ എത്ര ദിവസം പിടിക്കും? നിങ്ങൾ രണ്ടാളും കൂടി, ബാബുവും നീയും കൂടി? 2 ദിവസം കൊണ്ട് തീരും അല്ലേ? അത് തേക്ക് മരത്തിലാണോ അതോ വേറെ ഇതിലുണ്ടാക്കാറ്? ആണല്ലേ, മാത്രം ഉണ്ടാക്കുള്ളൂ അല്ലേ? ഏകദേശം എത്ര രൂപ മുതൽ എത്ര രൂപ വരെ ഉണ്ടാക്കാറുണ്ട്? 8,000 രൂപ മുതൽ മുകളിലേക്ക് എത്ര പണിച്ചാൽ ഒരു 50,000 1 ലക്ഷം രൂപ വരയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒന്നിൽ കടയിലേക്ക് ഫർണിച്ചർ കടയിലേക്ക് ഒന്നിച്ച് മുകളിലേക്ക് കയറ്റി വിടും അല്ലേ മലപ്പുറത്തേക്ക്? അതല്ലെങ്കിൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ചെറുതായിട്ട് വണ്ടി വാടക കമ്മിയാക്കിട്ട് കൊടുക്കും ചെയ്യും അല്ലേ? കമ്മിയാക്കി കൊടുക്കും ചെയ്യും. അതൊക്കെയാണ് കൃഷ്ണന്മാരുടെ രീതി. അപ്പം ഇതിൽ എങ്ങനെയാണ് സീലറ്, ഫില്ലറ്, തിന്നറ് ഇതെല്ലാം അടിക്കണത്? സ്ലീക്ക് ഒക്കെ നമ്മൾ അടിക്കാറില്ലേ? തിളങ്ങുന്നതും പോളിഷ് വർക്ക്. കൃഷ്ണന്മാർക്ക് പോളിഷ് വർക്കും ചെയ്യാറുണ്ടോ? സ്വന്തമായി ചെയ്യാറുണ്ടല്ലേ? ആദ്യം മരത്തിൽ എന്താ അടിക്കുക? സീലറ്. എത്ര കോട്ട്? ആദ്യം ഒരു കോട്ട് അടിക്കും. ഉണങ്ങിയ ശേഷം അത് റബ്ബ് ചെയ്തിട്ട് രണ്ടാമത്തെ കോട്ടടിക്കും. ഉണങ്ങിയ ശേഷം റബ്ബ് ചെയ്തിട്ട് രണ്ടാമത്തെ കോട്ടടിക്കും. അതിനുശേഷം ഫൈനല് 3 അടിക്കും. മൂന്നാമത്തെ കോട്ടടിക്കും സീലർ. അപ്പൊ 3 തവണ അടിക്കണം. ഓക്കെ. ഫർണിച്ചർ കട നടത്തുന്ന ആളാണ് ബ്ലാപ്പറ്റിയിലെ ഉമ്മനഴിയില്. ആളിപ്പോ ഗ്രൈൻഡർ മെഷീൻ, ആങ്കർ ഗ്രൈൻഡർ മെഷീൻ കുറച്ച് ചളി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ് ആള് സമയം കിട്ടിയപ്പോ. അപ്പൊ ഇത്ര നേരം പണികളായിരുന്നു. അപ്പോ പണി ചെയ്ത് ലാസ്റ്റ് മൊമെന്റിൽ എന്തോ ഒരു ഞെട്ടും ബോൾട്ടൊക്കെ ഇളകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നാളത്തെ പണിക്ക് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആള്. ഇന്നിപ്പോ പണിയെടുത്ത സാധനം വന്നിട്ട് ഇതാ ഒരു കട്ടിലുണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ അയാളുടെ അധ്വാനം.